മഴത്തൊരു മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി വിളിച്ചതനുസരിച്ച് അവധിച്ചായൻ സ്റ്റാൻലിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് എന്താ മോനെ വിളിച്ചത്, നീ എന്തോ ആ ഒരു സമയത്ത് നിൻ്റെ സൗണ്ട് വല്ലാത്ത ഇടറിയിട്ടുണ്ടായിരുന്നല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പം ബാലചന്ദ്രൻ വന്നതും വൈജയന്തിയെക്കുറിച്ച് പറഞ്ഞതും വൈജയന്തിക്ക് ജനിച്ച ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും അവളുടെ പേര് അലീനയാണ് എന്നും അവരിപ്പോൾ വൈജയന്തിയുടെ കൂടെ ബാലചന്ദ്രൻ്റെ കൂടെ ഉണ്ട് എന്നും അവളെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബാലചന്ദ്രൻ വന്നത് എന്നുള്ള ആ ഒരു സത്യമൊക്കെ നമ്മുടെ ലാലിച്ചൻ സ്റ്റാൻലി അവധിച്ചായനോട് തുറന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവധിച്ചായൻ പറയുന്നുണ്ട്, നീ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ തെരഞ്ഞു പോവുകയോ ഒന്നും ചെയ്യേണ്ട, ആ കഥകളൊക്കെ അന്നത്തോടുകൂടി അവസാനിച്ചു, ഇനി എന്തിനാ നീ അത് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെ അപ്പച്ച വെറുതെ വിടാൻ പറ്റുക, എൻ്റെ മകളല്ലേ, അവളൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ, അവൾ ഈ 23 വർഷം ഞങ്ങൾ ചെയ്ത ആ ഒരു ഇതിൽ അവൾ 23 വർഷം അനാഥയെ പോലെയാണ് ജീവിക്കേണ്ടി വന്നത്, അതെന്തൊരു നിസ്സഹായാവസ്ഥയാണ്, അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് പൊടിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഔദച്ചായന് ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, അവളെ അന്വേഷിച്ച് പോയാൽ ഇത് വേറെ വഴിത്തിരിവായി മാറും, അതിനൊന്നും അനുവദിക്കാൻ പറ്റില്ല, എനിക്ക് എന്തായാലും അവിടെ പോയേ പറ്റൂ, ഇവൻ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും എന്നൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മുടെ സ്റ്റാൻലിയോട് കാര്യങ്ങളൊന്നും പറയാതെ ഔദച്ചായൻ സ്റ്റാൻലിയോട് അവരുടെ കാര്യങ്ങൾ എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ സ്റ്റാൻലിയുടെ അച്ഛനാണ്, നിങ്ങൾ മുന്നേ അവിടെ വന്നിരുന്നല്ലോ, എല്ലാ കഥകളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ എന്തിനാണ് അതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവിടെ വന്നത്, ഇതുവരെ അവനൊന്നും അറിയത്തില്ലായിരുന്നു, നിങ്ങൾ എന്തിനാണ് അവനെ അറിയിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഉടമ്പടിയൊന്നും തൽക്കാലം സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവുക, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിസ്സാരമായിട്ട് ഒഴിയാൻ കഴിയുക, അതൊന്നും പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവേണ്ടി വരും, ആ കുട്ടി ഇതുവരെ 23 വർഷം അനാഥയെ പോലെയാണ് ജീവിച്ചത്, അതും അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതവും നശിപ്പിച്ച് ഇനി ആ കുഞ്ഞിൻ്റെ ജീവിതവും നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവളെ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ, നിങ്ങളൊക്കെ കൂടെ ചെയ്ത ക്രൂരതയ്ക്കാണല്ലോ അവൾ അനുഭവിക്കുന്നത്, സ്റ്റാൻലി പോലും ഇത് അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം, അതുകൊണ്ട് നിങ്ങളെയായിരുന്നു എനിക്ക് കാണേണ്ടിയിരുന്നത്, എന്തായാലും എൻ്റെ മുന്നിൽ തന്നെ ഇങ്ങോട്ട് വന്നല്ലോ, അതുകൊണ്ട് 4 വർത്തമാനം എനിക്ക് പറയാനുണ്ട്, നിങ്ങളൊക്കെ കൂടെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്, വൈജയന്തിയെ മനഃപൂർവ്വം ഇതിൽ നിന്നും ഇതാക്കിയിട്ട് വേറെ ഒരു കല്യാണം കഴിപ്പിച്ച് എൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കുകയാണല്ലോ നിങ്ങൾ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാനാവാതെ ഉത്തരങ്ങളൊന്നും പറയാനാവാതെ ഔദച്ചായൻ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഇപ്പോൾ ഒരു കുടുംബജീവിതവും കുട്ടികളും ഒക്കെ ഉണ്ട്, അതിനിടയിലേക്ക് അലീനയുടെ പേര് വലിച്ചഴിച്ച് കൊണ്ടുവന്നാൽ അവരുടെ ഇപ്പോഴത്തുള്ള ജീവിതമൊക്കെ തകർന്ന് തരിപ്പണമാകും, അല്ലെങ്കിൽ ജീവിതം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, ഇനി അതിനേക്കാളും വഷളാവും, അതുകൊണ്ട് ഇതാരും അറിയരുത്, തൽക്കാലം ഇതേപ്പറ്റിയും അലീനയും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന ഇതുവരെ അറിഞ്ഞിട്ടില്ല, അത് വേണമെങ്കിൽ നോക്കാം, പക്ഷേ അവളുടെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയന്തി അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വൈജയന്തി നമ്മുടെ ആദ്യം ഔദച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആ ചിന്ത അലട്ടിയത് കൊണ്ട് തന്നെ കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യത്തിലേക്ക് വൈജയന്തിയുടെ ചിന്തകൾ പോവുകയും സ്റ്റാൻലിയുടെ അച്ഛനാണ് നമ്മുടെ ഔദച്ചായനാണ് അത് എന്നുള്ളത് തിരിച്ചറിയുകയുമാണ്. അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്തിനാണ് സ്റ്റാൻലിയുടെ അച്ഛൻ വീണ്ടും വന്നത്, എൻ്റെ ഓർമ്മകളൊക്കെ ഞാൻ മറന്നു തുടങ്ങുകയായിരുന്നു, വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കാനാണോ വന്നത്, ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് എന്നെയും സ്റ്റാൻലിയെയും അകറ്റിയത്, എന്തിനാണ് ഇയാൾ ഇങ്ങോട്ട് വന്നത്, ഇനി ബാലചന്ദ്രനോട് എന്തെങ്കിലും പറയാനാവുമോ, ഇങ്ങനെയുള്ള ഒരു ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. കാരണം ബാലചന്ദ്രൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നും ബാലചന്ദ്രനാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യമൊന്നും വൈജയന്തിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഔദച്ചായനെ കണ്ടിട്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്.